Hi, it's me Kala Kamal Mahal. Welcome to Self Search One Day Training Program. സെൽഫ് സെർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ആവശ്യം എന്താണ് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഒരു നോട്ട് പാഡും ഒരു പെന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മളെ സെർച്ച് ചെയ്യാറില്ല. നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുന്നത് എക്സ്റ്റേണലിയുള്ള കാര്യങ്ങളാണ്. എക്സ്റ്റേണലിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം സെർച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ആദ്യം സെർച്ച് ചെയ്യേണ്ടത് നമുക്കകത്താണ്. കാര്യം എല്ലാ കാര്യത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും അതിൻ്റെ സൊല്യൂഷൻസും കൺഫ്യൂഷൻസും കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത് നമ്മിൽ നിന്നിട്ടാണ്, നമ്മുടെ അകത്ത് നിന്നിട്ടാണ്. പലപ്പോഴും നമ്മളെ സെർച്ച് ചെയ്യാൻ, അതായത് നമ്മളെ തന്നെ ഒന്ന് സെൽഫ് സെർച്ച് ചെയ്യാൻ മറന്നു പോകുമ്പോഴാണ് നമുക്ക് പലതിൻ്റെയും സൊല്യൂഷൻസ് നമ്മുടെ ഫ്രണ്ടിൽ വരാണ്ട് മാഞ്ഞ് അല്ലെങ്കിൽ മങ്ങി കിടക്കുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഇന്ന് ഈ സെൽഫ് സെർച്ചിൽ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി ഈ സെൽഫ് സെർച്ചിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു 5 ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. നോട്ട് ചെയ്യാൻ പറ്റുന്നവർ നോട്ട് ചെയ്തെടുക്കുക. ആദ്യത്തേത് വൈ മൈൻഡ് ഇഷ്യൂസ്. ദ സെക്കൻഡ് പോയിന്റ് വൈ ഫിസിക്കൽ ഇഷ്യൂസ്. തേർഡ് പോയിന്റ് എനി സൊല്യൂഷൻസ് ഫോർ ദീസ് ഇഷ്യൂസ്. ഫോർത്ത് പോയിന്റ് വാട്ട് is self-growth, and last point, what are the methods of self-growth, അല്ലെങ്കിൽ what are the methods for self-growth. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? വൈ മൈൻഡ് ഇഷ്യൂസ്. സിമ്പിളാണ് ഇതിൻ്റെ ആൻസർ. ലോ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം. നമുക്ക് പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരിക്കും നമ്മുടെ മൈൻഡ് ഇഷ്യൂസ് വന്ന് കണക്റ്റ് ആവുന്നത്. മൈൻഡ് ഇഷ്യൂസിന് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ, വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു കപ്പാസിറ്റീനെ നമ്മിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി എന്തൊക്കെയാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലമിൽ വരുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് റേഞ്ച് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. നമുക്കൊരു രക്ഷയില്ലാത്ത എക്സ്പെക്റ്റേഷൻസ് ആണ് കിടക്കുന്നത്. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എല്ലാ കാര്യങ്ങൾക്കകത്തും നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കും. ഈ എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും നമ്മളെ കൊണ്ടുപോയി ചെന്ന് വല്ലാണ്ട് ഒരു കുരുക്കിനകത്ത് കണക്ട് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ശരിക്കും എക്സ്പെക്റ്റേഷൻസിനെ കറക്റ്റായിട്ടുള്ള ലെവലിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇനി അതിനകത്ത് വരുന്ന രണ്ടാമത്തെ പോയിന്റ് ദ റേഞ്ച് ഓഫ് പ്രയോറിറ്റി. നമ്മൾ പ്രയോറിറ്റി മനസ്സിലാക്കണം. നമ്മുടെ പ്രയോറിറ്റി മനസ്സിലാക്കണം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവരുടെ പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റി നമ്മൾ മറ്റു പല വ്യക്തികളിലും കൊണ്ടുചെന്ന് അടിച്ചേൽപ്പിക്കാനായിട്ട് നിൽക്കും. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഫ്രണ്ടോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് അയാളുടെ പ്രയോറിറ്റി എപ്പോഴും ഞാനായിരിക്കണം എന്നുള്ളതാണ്. ഇത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അയാളുടേതായിട്ടുള്ള പ്രയോറിറ്റീസിനെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം അയാൾക്കുണ്ട്. നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് പോലെ അയാളുടെ പ്രയോറിറ്റീസിനെയും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് അയാൾക്കുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഈ പ്രയോറിറ്റീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വിട്ടുപോകും. അപ്പം ഇതൊരു മൈൻഡ് ഇഷ്യൂസിൻ്റെ ഏറ്റവും വലിയൊരു കാരണമാണ്. ഇനി അതിൻ്റെ തേർഡ് പോയിന്റ് പറയാം, റേഞ്ച് ഓഫ് റിയാലിറ്റി. നമ്മൾ റിയാലിറ്റീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാറില്ല. നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ശരിക്കുള്ള റിയാലിറ്റീനെ നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, റിയാലിറ്റീനെ സ്റ്റഡി ചെയ്യാൻ, റിയാലിറ്റി എന്താണ് എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇത് മൈൻഡ് ഇഷ്യൂസിന് മറ്റൊരു വലിയൊരു ദ്രോഹം ചെയ്യും. റിയാലിറ്റീസിനെ മനസ്സിലാക്കുക, റിയാലിറ്റീനെ നമ്മൾ അംഗീകരിക്കുക, റിയാലിറ്റീനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് പറ്റാത്തിടത്തോളം കാലം നമുക്ക് മൈൻഡ് ഇഷ്യൂസിന് ഒരു കുറവും ഉണ്ടായിരിക്കത്തില്ല. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ഇതുപോലെ തന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത്, റേഞ്ച് ഓഫ് സ്പിരിച്വൽ സ്ട്രെങ്ത്. നമ്മുടെ അകത്തുള്ള സ്പിരിച്വൽ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാക്കാത്തിടത്തോളം കാലം നമുക്ക് മൈൻഡ് ഇഷ്യൂസ് അൺലിമിറ്റഡായിട്ട്
കുർള എക്സ്പ്രസ് പിടിച്ച് വരുമെന്ന് പറയുന്നത് പോലെ കയറി വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ അകത്തൊരു സ്ട്രെങ്ത് ഉണ്ട്, നമുക്കകത്തൊരു സ്പിരിച്വൽ പവറുണ്ട്. ഈ സ്പിരിച്വൽ പവറിനെ, ഈ സ്പിരിച്വൽ സ്ട്രെങ്ത്തിനെ നമ്മൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാതെ പോകുമ്പോൾ നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, കാര്യങ്ങളെ കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് ലേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൈൻഡിൻ്റെ കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെടും. സോ നമ്മുടെ അകത്തുള്ള സ്പിരിച്വൽ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കാതെ വരുന്നതും മൈൻഡ് ഇഷ്യൂസിന് വളരെ വലിയൊരു കാരണമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ആക്സസിബിലിറ്റി. നമ്മുടെ മൈൻഡിനെ അറ്റം വരെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് മൈൻഡ് ഇഷ്യൂസിൻ്റെ ഏറ്റവും വലിയൊരു തലമാണ്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും എടുക്കുമ്പോഴും എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർക്ക് അവരുടെ ആക്സസിബിൾ റേഞ്ച് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഏതറ്റം വരെ അവരുടെ മൈൻഡ് കപ്പാസിറ്റിനെ ഗ്രോ അപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളെ അവർക്ക് നേടിയെടുക്കാൻ പറ്റും, എന്തൊക്കെ കാര്യത്തിനെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ മൈൻഡിൻ്റെ ആ ഒരു ആക്സസിബിലിറ്റി ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ചിട്ട് ആൾക്കാർ ബോധേഡല്ല. നിസ്സാര കാര്യങ്ങൾക്കകത്ത് മെൻ്റലി ഭയങ്കരമായിട്ട് അവർ സ്ട്രെയിൻ എടുത്തതിന് ശേഷം അവരങ്ങ് ആകെ കൂടെ ഡൗൺ ആവുകയാണ്. ഈവൻ ഒരു ജോബ് കയ്യിൽ നിന്നിട്ട് പോയാൽ അവിടെ പോയി, പക്ഷെ അവിടെ ചിന്തിക്കുന്നില്ല എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ജോബിലേക്ക് എനിക്ക് ആക്സസ് കിട്ടും. എൻ്റെ മൈൻഡ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ആക്സസിബിലിറ്റി റേഞ്ച് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അഥവാ ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ മൈൻഡ് ഡൗൺ ആണ്. എനിക്ക് നഷ്ടം വന്നതിനേക്കാളും അപ്പുറം എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു മൈൻഡിൻ്റെ ആക്സസിബിൾ റേഞ്ച് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തകർന്നാൽ വളരെ പ്രശ്നമാണ്. എനിക്ക് ഏറ്റവും നല്ല റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു മൈൻഡുണ്ട്, ഒരു മൈൻഡിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിന് എനിക്ക് ആക്സസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കത്തില്ല. ഫുൾ ഡാമേജ്ഡ് ആണ്. സോ ആക്സസിബിലിറ്റി റേഞ്ചിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് മൈൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്. അടുത്ത പോയിന്റ്, അതായത് വൈ മൈൻഡ് ഇഷ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന് അകത്ത് വരുന്ന തൊട്ടടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അറിയത്തില്ല. എന്താണെന്നറിയോ? വാട്ട് ഐ മസ്റ്റ് ടു ഗിവ് ടു മൈ മൈൻഡ്. ഞാൻ എൻ്റെ മൈൻഡിന് എന്താണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള സാധനം അറിയത്തില്ല. നമുക്ക് ഒരു പനി വന്നാൽ പാരസെറ്റമോൾ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തണുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വെറ്റർ എടുത്തിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടെടുക്കുവാണെങ്കിൽ നമുക്ക് ഫാനോ AC ഇടാം. ഇതിനെക്കുറിച്ചിട്ട് എല്ലാത്തിനും സിമ്പിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൈൻഡിനറിയാം. പക്ഷേ എൻ്റെ മൈൻഡിന് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയോ? ഇല്ല. ശരീരത്തിന് ഫുഡ് കൊടുക്കാം അല്ലേ? ശരീരത്തിന് പ്രോട്ടീൻ കിട്ടാൻ ഇത് കൊടുക്കണം, മിനറൽസ് കിട്ടാൻ ഇത് കൊടുക്കണം, നമ്മുടെ ബോഡിയുടെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസ് കൊടുക്കണം. ഇതൊക്കെ അറിയാം, ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാം. പിന്നെ നമ്മൾ മെൻ്റലി ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ആവും, അതുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇത് മാത്രമല്ല, എന്താണ് നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫീഡ് ചെയ്യേണ്ടതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. മൈൻഡിന് എന്താണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് അറിയാത്തിടത്തോളം കാലം നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കുറഞ്ഞ ഒരു രോഗാവസ്ഥയിലായിരിക്കും. ആ പ്ലാറ്റ്ഫോമിനകത്തിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നാലും നമുക്കൊന്നും സക്സസ്ഫുൾ ആകത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും, നമ്മുടെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടും, നമുക്കൊരു കാര്യത്തിനകത്ത് നമുക്ക് ഒരു ഫോക്കസിങ്ങും ഉണ്ടാവത്തില്ല. എന്താ കാര്യം? നമുക്കറിയത്തില്ല നമ്മുടെ മൈൻഡിന് എന്താണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന്. ഇത്രയും പോയിന്റ്സ് നമ്മുടെ മൈൻഡിൻ്റെ ഇഷ്യൂസിന് വളരെയധികം കാരണമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. range of expectations, range of priority, range of reality, range of spiritual strength, range of accessibility, and what I must to give my mind. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചിട്ട് ശരിയാവണ്ണം മനസ്സിലാകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് ഒരിക്കലും ഹെൽത്തി ആയിരിക്കത്തില്ല. മൈൻഡിന് എപ്പോഴും ഇഷ്യൂസ് കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ഹെഡ്ലൈൻ അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വൈ ഫിസിക്കൽ ഇഷ്യൂസ്.
ഫിസിക്കൽ ഇഷ്യൂസ് എന്തിനാണ് എൻ്റെ ബോഡിയിലെന്ന് ചോദിച്ചാൽ ഏകദേശം ആൾക്കാർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുക്കാത്തത്, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്തത്, പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കാത്തത്, ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ഇഷ്യൂസിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണെന്നറിയാമെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ആദ്യത്തേത്, ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് വാട്ട് മൈ ബോഡി ഈസ്. എൻ്റെ ശരീരം എന്താണ് എന്ന് ആർക്കും അറിയത്തില്ല. അതിനെക്കുറിച്ചിട്ടൊരു നോളേജ് ഇല്ല. എൻ്റെ ബോഡി എന്താ? കണ്ണ്, മൂക്ക്, കാത്, കുറേ പഞ്ചേന്ദ്രിയങ്ങൾ ചേർന്ന്, പിന്നെ കുറേ നെർവ് സിസ്റ്റം ചേർന്ന്, മസിൽസ് ചേർന്ന്, ബോൺസ്, മാരോ, പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഇതെല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിൽ ഒരു സ്ട്രക്ചറാണ് എൻ്റെ ബോഡി എന്ന് മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ അറിയത്തില്ല എന്താണ് എൻ്റെ ബോഡി. എന്താ ബോഡി അറിയോ? എന്താ നമ്മുടെ ബോഡി? ശരിക്കും കുറേ ഓർഗൻസ് കൂടി മാത്രം ചേർന്നതാണോ നമ്മുടെ ബോഡി? അല്ല. നമ്മുടെ ബോഡിക്കകത്തൊരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് വഴിയെ മനസ്സിലാക്കാം. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്തത്, ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൈ ബോഡി. നമ്മുടെ ബോഡി എന്താണ് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് എൻ്റെ ബോഡിയുടെ ഇമ്പോർട്ടൻസ്. ഓടാൻ വേണ്ടിയിട്ടാണോ? നടക്കാൻ വേണ്ടിയിട്ടാണോ? ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതോ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണോ? എന്താ നമ്മുടെ ബോഡിയെക്കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ? അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രാധാന്യം? നമ്മുടെ ഫിസിക്കൽ ബോഡിയിലിരിക്കുന്ന പ്രാധാന്യം എന്താ? ഇതിനെക്കുറിച്ചും അറിവില്ലാതെയാകുന്നത് ബോഡിക്കുള്ള ഇഷ്യൂസിനെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാരണമോ? ഇത് ബോഡിക്ക് മാത്രമല്ല, ശരിക്കും ഇത് മൈൻഡിനെയും കയറി കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് ഹൗ ഐ ട്രീറ്റ് മൈ ബോഡി. നമുക്ക് നമ്മുടെ ബോഡീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചില ആൾക്കാർക്കറിയാം എങ്ങനെയാണ്. നല്ല ഫുഡ് കൊടുക്കണം, നല്ല പ്രോട്ടീൻ കൊടുക്കണം, നല്ല എക്സസൈസ് കൊടുക്കണം, നല്ല റിലാക്സേഷൻ കൊടുക്കണം, ഇതൊക്കെ അറിയാം. പക്ഷെ ഇതിനും അപ്പുറം നമ്മുടെ ബോഡിയെ ട്രീറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ക്ലിയറായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്ത് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോയി ചെന്ന് കുഞ്ഞിന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും പെട്ടെന്ന് എടുത്ത് കൊടുക്കുമോ? ഇല്ലല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് നോക്കും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ ഹെൽത്തിന് ദോഷമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഡിഗ് ചെയ്ത് നോക്കും. അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് അല്ലല്ലോ, മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കും എന്താണ് അതിൻ്റെ അകത്ത്, എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ ബോഡിക്ക് അൺഹെൽത്തി ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബോഡീനെ ട്രീറ്റ് ചെയ്യണം. കുറേ ഫുഡ് കൊടുത്തത് കൊണ്ട് മാത്രം ബോഡിക്കൊന്നും ആയില്ല. ചുമ്മാ കുറേ എക്സസൈസ് ചെയ്തത് കൊണ്ട് മാത്രം ബോഡീനെ ട്രീറ്റ് ചെയ്തു എന്നാവത്തില്ല. നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്, നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ട വോളിയം ഉണ്ട്, നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ട ഒരു ഡിസൈൻഷിപ്പ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കണം. സോ ഇതും എങ്ങനെ നോക്കാമെന്നല്ലേ പറഞ്ഞു തരാം. അടുത്ത പോയിന്റ് പറയാം. വൈ ഫിസിക്കൽ ഇഷ്യൂസിൽ അടുത്ത് വരുന്ന പോയിന്റ്, ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് ദ റോൾ ഓഫ് മൈ ബോഡി ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ ഞാൻ ഈ ഫിസിക്കൽ ബോഡിയും വെച്ചിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു നോളേജ് വേണം. ഓക്കെ, നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ജീവിച്ചു തീർക്കുന്നതല്ല. അറ്റ്ലീസ്റ്റ് എന്തിനാണ് ഞാൻ ഈ ഒരു ഫ്ലഷ് ബോഡിയിൽ, ഞാൻ ഈ എർത്തിലിരിക്കുന്നു, എന്താണ് എൻ്റെ പ്രയോറിറ്റി, ഞാൻ ഈ ഒരു സിസ്റ്റത്തിൽ ഇരിക്കാനായിട്ടുള്ള കാരണം എന്താണ് എൻ്റെ റോൾ ഈ എർത്തിൽ ഞാനിങ്ങനെ ഫിസിക്കൽ ബോഡിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ? അത് അത്യാവശ്യം മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ബോഡിയുടെ അടുത്ത് റെസ്പെക്റ്റ് തോന്നും. ബോഡീനെ ഓവറായിട്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങും. ബോഡിക്കകത്തുള്ള 37 ട്രില്യൺ സെൽസിനോട് നമ്മളെപ്പോഴും താങ്ക്ഫുള്ളായിരിക്കും. സോ അങ്ങനൊരു തലമുണ്ട്. ആ തലവും എന്താണെന്ന് നിങ്ങൾക്ക് പതിയെ മനസ്സിലാക്കും. അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ദ ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് വാട്ട് ഐ മസ്റ്റ് ഗീവ് ടു മൈ ബോഡി. ഞാൻ നേരത്തെ മൈൻഡിൽ പറഞ്ഞതുപോലെ നമുക്ക് കറക്റ്റായിട്ടൊരു നോളേജ് ഇല്ല. എന്താണ് ഞാൻ എൻ്റെ ബോഡിക്ക് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ
1-2 വട്ടം ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, നമ്മൾ കുറേ മുട്ടയും പാലും ഫ്രൂട്ട്സും ഹെൽത്ത് സപ്ലിമെൻറ്റ്സും മാത്രമല്ല നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ ബോഡിക്ക് അഡീഷണലി കൊടുക്കേണ്ട കുറേ വാല്യുബിൾ ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ വാല്യുബിൾ പ്രീഷ്യസ് തിങ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ ബോഡിക്കും ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അടുത്ത മെയിൻ പോയിന്റിലേക്ക് കടക്കാം. അടുത്ത മെയിൻ പോയിന്റ് ഇതായിരുന്നു, എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ ഈ ഇഷ്യൂസിന്? ഏത് ഇഷ്യൂസിന്? മൈൻഡ് ആൻഡ് ബോഡി ഇഷ്യൂസിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ സൊല്യൂഷൻസ് ഇതാണ്. ആദ്യത്തേത്, ഇംപ്രൂവ് യുവർ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ടു ട്രീറ്റ് യുവർ മൈൻഡ്. ഇംപ്രൂവ് യുവർ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ടു ട്രീറ്റ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യേണ്ട ആ ഒരു എബിലിറ്റീനെ ശരിക്കും നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾ ആ ഒരു എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ആ ഒരു കാര്യത്തെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനൊന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുക. അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം, ആ ഒരു എബിലിറ്റീനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ മൈൻഡിൻ്റെ ഈ വക ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻസ് കിട്ടത്തില്ല. 2, സൊല്യൂഷൻസ് ഫോർ ദ ബോഡി. ഇംപ്രൂവ് യുവർ നോളേജ് ടു ട്രീറ്റ് യുവർ ബോഡി. നിങ്ങളുടെ ബോഡീനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ട്രീറ്റ് ചെയ്യണം, ഏതൊക്കെ സമയങ്ങളിൽ ട്രീറ്റ് ചെയ്യണം, ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ട്രീറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഒരു നോളേജ് കളക്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ആ നോളേജ് കളക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങളിൽ ഫിസിക്കൽ ഹെൽത്ത് ആക്റ്റീവ് ആവുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, അത് പറ്റുന്നുണ്ട്, ഇത് പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റിയതുകൊണ്ട് മാത്രമല്ല ലാസ്റ്റ് പറ്റിക്കപ്പെടും. അതുകൊണ്ട് ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എവിടെ വെച്ച്, എങ്ങനെ, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ അളവിൽ ട്രീറ്റ് ചെയ്യണമെന്നുള്ള നോളേജ് നിങ്ങൾ അബ്സോർബ് ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. അടുത്ത പോയിന്റ് ഇതാണ്, യു മസ്റ്റ് അപ്ഗ്രേഡ് യുവർ വിസ്ഡം ഫ്രം നോളേജ്. നമ്മുടെ നോളേജിൽ നിന്നിട്ട്, നമ്മുടെ അറിവിൽ നിന്നിട്ട് നമ്മൾ വിസ്ഡത്തിലേക്ക് അപ്ഗ്രേഡ് ആവണം. ഇപ്പോഴും എല്ലാ വ്യക്തികളും നോളേജിൽ കിടക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, നോളേജും വിസ്ഡവും രണ്ടാണോ? അബ്സല്യൂട്ട്ലി, രണ്ടും രണ്ടാണ്. നോളേജ് നമ്മൾ നമ്മുടെ 5 സെൻസ് കൊണ്ട് നമ്മൾ ആർജിച്ച് കളക്ട് ചെയ്തെടുക്കുന്ന സാധനമാണ്. വിസ്ഡം എന്ന് പറയുന്നത് അത് ഇൻവിസിബിൾ സോണിൽ നിന്നിട്ട് നമ്മിലേക്ക് വന്ന് അക്യുമുലേറ്റ് ആകുന്ന ഒരു കാര്യമാണ്. സോ ഇത് രണ്ടും രണ്ടാണ്. അതിനെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈവൻ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടും കേട്ടും നിങ്ങളൊരു നോട്ടിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണ് അല്ലേ, നിങ്ങൾ എഴുതി പോവുകയാണ്. സോ നിങ്ങൾക്കിത് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 5 സെൻസ് ആക്റ്റീവ് ആവണം, നമ്മുടെ നെർവ് സിസ്റ്റം ആക്റ്റീവ് ആവണം, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവണം, എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡിക്കകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവണം. അപ്പോൾ നിങ്ങൾ അത് എഴുതണമെങ്കിൽ നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന പെൻ നിങ്ങൾ എടുക്കണം. പെൻ എടുത്തതിന് ശേഷം നിങ്ങൾ ആ നോട്ട് പാഡിലേക്ക് നിങ്ങൾ പെൻ വെക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും എന്നെ കാണുകയും ചെയ്തുകൊണ്ട് നിങ്ങളതിനെ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. സോ അതൊരു നോളേജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി, ദാറ്റ് ഈസ് നോളേജ്. പക്ഷേ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്കകത്ത് കുറച്ച് വിസ്ഡം പ്രവർത്തിക്കുന്നുണ്ട്. ആ വിസ്ഡം എന്ന് പറയുന്നത് അതൊരു എനർജി ഫ്രീക്വൻസിയാണ്. നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ ലിവർ, നിങ്ങളുടെ ലങ്സ്, നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റംസ്, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഡയറക്ഷൻ കൊടുത്തിട്ടാണോ? ഹാർട്ടേ നീ പ്രവർത്തിക്കുക, ലങ്സേ നീ പ്രവർത്തിക്കുക, ലിവറേ നീ പ്രവർത്തിക്കൂ എന്നെന്തെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടാണോ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ ഈ സാധനം പ്രവർത്തിക്കുന്നത്? അല്ലേ. അതൊരു എനർജി ബേസ്ഡ് 24/7 നിങ്ങൾ നിർദ്ദേശം കൊടുത്താലും നിങ്ങൾ നിർദ്ദേശം കൊടുത്തില്ലെന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ബ്രെയിൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ബ്രെയിൻ, കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് കണ്ണ്, ലിവർ ഇരിക്കേണ്ട സ്ഥാനത്ത് ലിവർ, ഹാർട്ട് ഇരിക്കേണ്ട സ്ഥാനത്ത് ഹാർട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇരിക്കേണ്ട സ്ഥാനത്ത് കറക്റ്റായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം, എല്ലാം ഇങ്ങനെ ലെവൽ വെച്ചിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു വിസ്ഡം. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ചുറ്റുമുള്ളതിനെ ക്രിയേറ്റ് ചെയ്യുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിസ്ഡം. ഈ വിസ്ഡത്തിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം? വഴിയെ പറയാം. നോളജിൽ നിന്നിട്ട് വിസ്ഡത്തിലേക്ക് നമുക്കൊരു അപ്ഗ്രേഡേഷൻ ആവശ്യമാണ്.
അടുത്ത പോയിന്റ്, അതായത് 4th പോയിന്റ്, വാട്ട് ഈസ് സെൽഫ് ഗ്രോത്ത്? സെൽഫ് ഗ്രോത്തിൻ്റെ ആൻസർ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പറയാം. നോയിങ് അബൌട്ട് യുവർ സ്ട്രെങ്ത് ഓഫ് യുവർ മൈൻഡ് ആൻഡ് ദ റോൾ ഓഫ് യുവർ ബോഡി ത്രൂ വിസ്ഡം. അതായത് നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെങ്തും നമ്മുടെ ബോഡിയുടെ റോളും. നമ്മൾ ഈ ഏർത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ബോഡി കൊണ്ടൊരു നമുക്കൊരു റോളുണ്ടേ. കാര്യം ഒരു IPS എടുക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് അയാളുടേതായിട്ടുള്ള റോളുണ്ട്. ഒരു മിനിസ്റ്ററിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു റോളുണ്ട്. ആ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഫിസിക്കൽ ബോഡിയിൽ ഈ എർത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു റോൾ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ എന്താണ് റോൾ എന്നുള്ളതും അതുപോലെ തന്നെ എൻ്റെ മൈൻഡിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളതും നോളേജിൽ അറിയുന്നതല്ല, വിസ്ഡത്തിൽ അറിയാൻ സാധിക്കുന്നതാണ് സെൽഫ് ഗ്രോത്തിൻ്റെ ഏറ്റവും ബേസ് ലെവൽ എന്ന് പറയുന്നത്. സിമ്പിൾ, പറയാൻ സിമ്പിൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും കുറേ നേരം കൊണ്ട് സിമ്പിൾ എന്ന് പറയുന്നുണ്ട്, ഈ പറയുന്ന കാര്യം സിമ്പിൾ ആണോ എന്ന് തിങ്ക് ചെയ്യാറുണ്ട്. പക്ഷേ സിമ്പിളായി. നമുക്ക് സിമ്പിൾ എന്ന് പറയുന്ന വാക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്ന അതേ ഈസിനെസ്സിൽ നമുക്ക് കാര്യങ്ങൾ സിമ്പിളാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിൽ കുറച്ച് എഫേർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെങ്ത്, നമ്മുടെ ബോഡിയുടെ റോൾ, ഇത് രണ്ടും വിസ്ഡത്തിനകത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നതാണ് ഒരു സെൽഫ് ഗ്രോത്തിൻ്റെ ബേസ് ലെവൽ. വിസ്ഡത്തിനകത്ത് നിന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുള്ള അറിവല്ല, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടും കേട്ടും കൊണ്ടുള്ള അറിവുമല്ല. നമ്മൾ നമ്മുടെ വിസ്ഡം കൊണ്ട് മനസ്സിലാക്കണം എന്താണ് എൻ്റെ മൈൻഡിൻ്റെ സ്ട്രെങ്ത്, എന്താണ് ഞാനിവിടെ ആയിരിക്കുന്നതിൻ്റെ റോൾ. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിനകത്തും ബോഡിക്കകത്തും ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളിൽ അങ്ങ് ആക്റ്റീവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് വരാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സെൽഫ് ഗ്രോത്ത്? എന്തൊക്കെയാണ് നമ്മുടെ സെൽഫ് ഗ്രോത്തിൻ്റെ മെത്തേഡ്സ് എന്ന് ചോദിച്ചാൽ, ഹൗ ടു ട്രീറ്റ് മൈ ബോഡി. ഞാൻ എൻ്റെ ബോഡീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഗ്രോത്തിൻ്റെ ഒരു പോയിൻ്റാണ്. സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. ഹൗ ടു ട്രീറ്റ് മൈ ബോഡി. 2, ഹൗ ടു ട്രീറ്റ് മൈ മൈൻഡ്. ഞാൻ ആ പോയിന്റ് നേരത്തെ പറഞ്ഞു. എവിടെയാ? സൊല്യൂഷൻസ് ഫോർ ദ ഇഷ്യൂസ് ഓഫ് ഫിസിക്കൽ ആൻഡ് മൈൻഡ് പ്രോബ്ലം. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് വാട്ട് ഈസ് മൈ ബോഡി, അതുപോലെ തന്നെ ലാക്ക് ഓഫ് നോളേജ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബോഡി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മൈൻഡ് ഇഷ്യൂസും ഞാൻ പറഞ്ഞായിരുന്നു. റേഞ്ച് ഓഫ് എക്സ്പെക്റ്റേഷൻ, അതായത് ലോ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. ആ ലോ എബിലിറ്റി ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ റേഞ്ചിൽ വരുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ഇഷ്യൂസ് ഹൈപ്പിലെത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ സെൽഫ് ഗ്രോത്തിന് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ളത് നമ്മുടെ ബോഡിയും മൈൻഡും കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഹൗ ടു ട്രീറ്റ് മൈ ബോഡി ആൻഡ് ഹൗ ടു ട്രീറ്റ് മൈ മൈൻഡ് ഇൻ വിസ്ഡം. വിസ്ഡത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അടുത്തത് ഹൗ ടു ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹൗ ടു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാറ്? നമ്മൾ വായുവിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാറുണ്ട്, വെള്ളത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാറുണ്ട്, നമ്മൾ ഫുഡിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാറുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാറുണ്ട്, എർത്തിന് കൊടുക്കാറുണ്ട്. സോ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാറുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് ശീലിച്ച് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിയും മൈൻഡും ഒരുപോലെ അത് കണക്റ്റായി ഒരു ഹൈ ഫ്രീക്വൻസിയിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്നാണ് നമ്മുടെ സ്ട്രെങ്ത് സ്റ്റാർട്ടാകുന്നത്. ഇതാണ് ശരിക്കുള്ള സെൽഫ് ഗ്രോത്തിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത്. അത് ലേണിംഗ് അബൌട്ട് റിലാക്സേഷൻ മെത്തേഡ്സ്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിലാക്സേഷൻ മെത്തേഡ്സ്? നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുന്നതാണോ റിലാക്സേഷൻ മെത്തേഡ്? എവിടെയെങ്കിലും ചെന്നിരുന്നാൽ നമുക്ക് റിലാക്സ് ആകാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആവുന്നതാണോ നമ്മുടെ റിലാക്സേഷൻ മെത്തേഡ്? എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ നമുക്ക് റിലാക്സേഷൻ ഉണ്ടാവുമോ? പക്ഷേ റിലാക്സേഷൻ മെത്തേഡിന് ചില റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് അനുസരിച്ച് നമ്മൾ നമ്മിലേക്ക് ആ റിലാക്സേഷൻ മെത്തേഡ്സിനെ നമ്മൾ ആക്റ്റീവ് ആക്കണം. അടുത്തത് ലേണിംഗ് അബൌട്ട് ദ ഇന്നർ സ്ട്രെങ്ത് സീക്രട്സ്. നമ്മുടെ മനുഷ്യനെ സ്ട്രെങ്തൻ ആക്കുന്ന കുറേ സീക്രട്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ
ഞാനെന്ന് പറയുന്ന ബോഡി, ആ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ എക്സസൈസ് കൊടുക്കാം, ജിമ്മിൽ പോകാം, എൻ്റെ ഫുഡിൻ്റെ കൺട്രോൾ ഞാൻ കൊണ്ടുവരാം. ഇനി എൻ്റെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അകമനുഷ്യൻ. നമ്മുടെ അകമനുഷ്യൻ ഭയങ്കര സ്ട്രോങ് ആകുമ്പോഴാണ് നമ്മുടെ പുറമേയുള്ള മനുഷ്യന് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും നമുക്കെതിരെ നിൽക്കത്തുള്ളൂ. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇൻ കേസ് ഇതിനകത്ത് ജോയിനായി വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഇതിനകത്ത് പങ്കുചേർന്നാൽ അല്ലെങ്കിൽ പങ്കെടുത്താൽ എനിക്ക് ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, എനിക്ക് ഇഷ്യൂസിനെയൊക്കെ ഓവർകം ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്യൂസ് ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടാകുമെന്ന്. നോ 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 നോ. നമ്മളെപ്പോഴാണോ ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്നത് അത് തന്നെ നമ്മൾ ഞെരുങ്ങിയല്ലേ വരുന്നത്. ഇപ്പോൾ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ, നോർമൽ ബർത്ത് ആണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത് അവൻ തുള്ളിക്കളിച്ച് കൈയും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെ വീശിയിട്ടല്ല വരുന്നത്. അവൻ നല്ല ഞെരുക്കത്തിൽ കൂടിയാണ് വരുന്നത്. ഇതേ ഞെരുക്കം ആ മനുഷ്യൻ ആ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അയാളുടെ ഫിസിക്കൽ ബോഡിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ ഓരോ ഇഷ്യൂസ്, ഓരോ ഞെരുക്കങ്ങളുണ്ടാകും. പക്ഷേ ഇന്നർ മാനിനെ നമ്മൾ എത്രത്തോളം സ്ട്രെങ്തൻ ആക്കുന്നു അത്രത്തോളം ഏത് ഞെരുക്കത്തെയും അതിജീവിക്കാൻ, ഏത് പ്രശ്നത്തെയും അതിജീവിക്കാൻ, ഏത് ഇഷ്യൂസിനെയും സോൾവ് ചെയ്ത് മുന്നോട്ട് ചലിച്ചു പോകാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ ആക്റ്റീവാകും. അതിന് ബേസായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ബോഡിക്കല്ല സാധനം കൊടുക്കേണ്ടത്. നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മുടെ ഒരു ഇന്നർ പേഴ്സണുണ്ട്. ഈ ഇന്നർ പേഴ്സണെ നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിച്ച് അതിനെ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഫോക്കസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സീക്രട്സ് ഉണ്ട്. ആ സീക്രട്സ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സെൽഫ് ഗ്രോത്ത്? എങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയണം. നമ്മുടെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യേണ്ട ചില ടെക്നിക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ബോഡീനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയണം. ബോഡീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം, എന്തിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് തുടങ്ങണമെന്ന് നമ്മൾ അറിയണം. അടുത്ത് എങ്ങനെ നമ്മൾ റിലാക്സേഷൻ, ലേണിംഗ് അബൌട്ട് റിലാക്സേഷൻ മെത്തേഡ്സ്, ഇതിനെക്കുറിച്ചിട്ടും അറിയണം. ലേണിംഗ് അബൌട്ട് ദ ഇന്നർ സ്ട്രെങ്ത് സീക്രട്ട് അഥവാ അകപരിവർത്തനം എന്ന് പറയും മലയാളത്തിൽ. ഇതിനെക്കുറിച്ചിട്ടും നമ്മൾ വ്യക്തമായിട്ട് അറിയണം. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ഗ്രോത്ത് സ്റ്റാർട്ടാകും. സെൽഫ് ഗ്രോത്ത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരിക്കലും തുടക്കം അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കരുത്. അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ സസ്റ്റെയിൻ ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ അടുത്ത സക്സസ് ഇരിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞ ഈ ഒരു 5 പോയിൻറ്റ്സ് നിങ്ങളുടെ ലൈഫിനകത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഗ്രോത്ത് ഞാൻ 150% ഞാൻ ഷുവർട്ടി തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സെൽഫ് ഗ്രോത്ത് ഉറപ്പാണ്. ആദ്യം നമ്മൾ സെൽഫായിട്ട് ഗ്രോ അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കയ്യിലിരിക്കുന്നതും നമ്മുടെ കൂടെ നിൽക്കുന്നതുമെല്ലാം തന്നെ നമ്മുടെ കൂടെ വളർന്നോളും. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ചിന്തിക്കുമായിരിക്കും, എങ്ങനെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞു, നമ്മുടെ ബോഡീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. പക്ഷെ അത് എങ്ങനെ ചെയ്തു തുടങ്ങണം, ഏത് രീതിയിൽ ചെയ്തു തുടങ്ങണം, സാധാരണ കാണുന്നതിനൊക്കെ അല്ല ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു തുടങ്ങേണ്ടത്. പിന്നെ അതുപോലെ തന്നെ റിലാക്സേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇന്നർ സ്ട്രെങ്ത് സീക്രട്സ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൻ്റെ റോൾ, നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ നിങ്ങൾ ഈ എർത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിക്കുള്ള റോൾ, നിങ്ങളുടെ മൈൻഡിൻ്റെ സ്ട്രെങ്ത്, നിങ്ങളുടെ എബിലിറ്റി, നിങ്ങൾക്ക് ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് നോളേജ് ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ മൈൻഡിൻ്റെ ലെവലിൽ നിന്നിട്ടുണ്ട് റേഞ്ചസിനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഈ മെത്തേഡ്സിനെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ February 7th to 27th വരെ 21 ഡേയ്സിൻ്റെ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ 21 ഡേയ്സ് ഓഫ് പ്രോഗ്രാമിൻ്റെ അകത്തും ഇത്രയും പ്രോഗ്രാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടി. പക്ഷേ നമ്മുടെ 21 ഡേയ്സ് ഓഫ് പ്രോഗ്രാമിനകത്ത് വരുന്നത്
ഇത് എല്ലാം എങ്ങനെയാണ് ക്രിസ്റ്റൽ ക്ലിയർ പ്രാക്ടീസിൽ കൂടി നിങ്ങളെ ഫ്ലോട്ട് ചെയ്ത് നിങ്ങളെ ആ ഒരു കറക്റ്റായിട്ടുള്ള സെൽഫ് ഗ്രോത്തിൻ്റെ ആ ഒരു പാത്തിലേക്ക് നിങ്ങളെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന 21 ഡേയ്സിൻ്റെ ബ്യൂട്ടിഫുൾ സെഷൻ. ഇനി ഈ സെഷനെ കുറിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളാണ്. ഒരു ദിവസം 30 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ 30 മിനിറ്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ രാവിലെ ഉറക്കമെണീറ്റ് ഫ്രഷ് ആയതിന് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ്സ്. അതല്ല, രാവിലെ പറ്റുന്നില്ല, തിരക്കാണ്, ജോലിക്ക് പോകണം, പഠിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപുള്ള 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ആകാം. ഇതൊരു മാക്സിമം 17 to 18 മിനിറ്റ്സ് വരുന്ന വീഡിയോസ് ആയിരിക്കും വരുന്നത്. പക്ഷേ എഡിറ്റഡ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ്, മൈൻഡ് ആൻഡ് ഫിസിക്കൽ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് സ്പേസ് തന്നുകൊണ്ട് നിങ്ങളെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സെഷൻസ് ആയിരിക്കും ഇതിനകത്ത് എല്ലാം. ഈ പ്രോഗ്രാം ശരിക്ക് രാവിലെയും വൈകിട്ടും എന്തിന് ഈ 30 മിനിറ്റ്സ് എടുക്കണം? ഇനി രാവിലെയും വൈകിട്ടും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ, നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഏത് 30 മിനിറ്റ്സ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. പക്ഷേ എന്തിന് ഞാൻ ഈ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോഡിക്കകത്തുള്ള 37 ട്രില്യൺ സെൽസും ഒരു എനർജി സിസ്റ്റത്തെ, ഈ സെൽസും നമ്മുടെ മൈൻഡും ഈ എനർജി സിസ്റ്റത്തെ റിസീവ് ചെയ്യാൻ ഏറ്റവും അഗ്രസീവായിട്ട് നിൽക്കുന്ന ടൈം മോർണിംഗ് ആൻഡ് ഈ നൈറ്റ് ടൈമാണ്. രാവിലെ നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്നിട്ടുള്ള എനർജീസിനെ നമ്മൾ അബ്സോർബ് ചെയ്യുവാണെങ്കിൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ് നമ്മൾ ഈ എനർജി ക്യാരി ചെയ്ത് കൊണ്ടുപോകും. നമുക്കൊരു ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ആക്റ്റീവ് ആകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നൈറ്റ് കിടക്കുന്നതിന് മുൻപാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ 37 ട്രില്യൺ സെൽസും ഓണായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ സക്ക് ചെയ്തെടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്ന ഈ പോസിറ്റീവ് എനർജീനെ സെൽസ് വളരെ കെയർഫുള്ളി ആ ഇൻഫോർമേഷനും ആ എനർജിയും സ്വീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ ഉറങ്ങിയിരുന്നാലും നമ്മുടെ മൈൻഡും ബോഡിയും ആ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് തന്നെ അതിനെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എനർജി ഉണ്ട്. ഈ എനർജീനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും ബേസ് ലെവൽ ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും ഈ 21 ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ ബോഡിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിക്കോട്ടെ, ഈവൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പോലും ക്യാൻസർ സെല്ലിനെ പോലും നിർവീര്യമാക്കാനായിട്ടുള്ള എനർജി നമ്മുടെ അകത്ത് തന്നെയുണ്ട്. ആ എനർജി എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക തലത്തിൽ നിന്നിട്ട് നമ്മുടെ മൈൻഡിൽ നിന്നിട്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്കും ഫ്ലോ ആവേണ്ട ഒരു കാര്യമാണ്. സോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങളെ അങ്ങനെയും സഹായിക്കും. ഈവൻ നിങ്ങൾ ഫിസിക്കൽ ഇഷ്യൂസിനകത്തോ മൈൻഡിൻ്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസിനകത്തോ ഇഷ്യൂസിനകത്തോ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ വലിയൊരു സഹായകരമായിരിക്കും. ഈ പ്രോഗ്രാമിൽ നിന്നിട്ട് കിട്ടുന്ന എനർജി നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് വലിയൊരു അസറ്റായിരിക്കും. ഇതിൻ്റെ ഫീ വരുന്നത് 499 ആണ്. ജസ്റ്റ് നിങ്ങൾ ഇതിനൊന്ന് ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ 3rd ബാച്ചിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ആവാൻ പറ്റും. ഈ വീഡിയോസ് എല്ലാം മോർണിംഗ് 4:30 ആകുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏർലി മോർണിംഗ് 4:30 ഈ വീഡിയോ റിലീസ് ആവുകയും പിറ്റേ ദിവസം ഏർലി മോർണിംഗ് 1:30, 2:30 ഈ വീഡിയോ വന്നിട്ട് ക്ലോസ് ആവുകയും ചെയ്യും. സോ ഡോണ്ട് മിസ് ഇറ്റ്. സെൽഫ് സെർച്ച് എന്തൊക്കെയാണെന്നും സെൽഫ് സെർച്ചിനകത്ത് വരുന്ന മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നും നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഈ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു 21 ഡേയ്സ് ഓഫ് ജേർണിയിൽ കൂടി ആക്ടിവേറ്റ് ആക്കാൻ കിട്ടുന്ന ചാൻസ് നിങ്ങളായിട്ട് മിസ് ചെയ്യാതിരിക്കുക. എനിവേ, താങ്ക് യു ആൻഡ് അല്ലാഫിയ.